എൻ്റെ പേര് ഹരി. എൻ്റെ പേര് ആദിൽ. എൻ്റെ പേര് അച്ഛൻ. ആദ്യത്തെ പേര് വേറെ ആയിരുന്നു. ചാനലിനകത്ത് പേര് റിയൽ ടോക്ക് വിത്ത് ആദിൽ. അതല്ല പറഞ്ഞില്ലേ, എന്റെ തല എന്റെ ഫിഗർ എല്ലാം ഞാൻ. ബ്രദർഹുഡ്, എന്റെ ഹുഡും ചാറ്റൊക്കെ കൂടി അവിടെ അങ്ങനത്തെ രീതിയിലേക്ക് എത്തി. ഫുഡിന്റെ കഥയൊന്നും പറയാണ്ടിരിക്കാണ്. 3 വർഷത്തെ സീനിയറിറ്റി ഉള്ളു. അതിന് സീനിയറിറ്റി ഉണ്ട് അല്ലേ അച്ഛൻ? കൂട്ടുമേനലിക്ക് പോയപ്പോ ഞാൻ നെട്ടിദ്ധരിച്ചു എന്ത് ചെയ്യണ്ടെന്ന് അറിയാനായി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊണ്ടേ പോകും, ഇവൻ എന്നെ കൊണ്ടേ പോകും. ആ ദിവസം എനിക്ക് മനസ്സിലായി. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്നാലും കുഴപ്പമില്ല. ഇന്നലെ റിഹേഴ്സൽ ആയിരുന്നു പറയാ. ഇന്നലെ ക്ലാസ്സിൽ ഒന്നുമില്ലല്ലോ. ആളെ തന്നെ പറയാന്ന്. ഫൈനൽ ഡിസിഷനിലേക്ക് നമുക്ക് ക്രൈസ്റ്റ് ചൂസ് ചെയ്തു. പുതിയ മുഖം. ആ കാരണം അറിയാലോ സിനിമ ഓൾറെഡി അറിഞ്ഞത് കൊണ്ടാണല്ലോ നീ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തത്. ഞാൻ ഏതിലാണ്? ഏതിലാടാ? അതിൽ ഞങ്ങൾക്ക് ചെറിയ പ്രായമല്ലടാ. വെൽക്കം ടു ദി വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ചാറ്റർ ഹുഡ് പോഡ്കാസ്റ്റ്. വെരി ഫസ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശരിയാവോന്ന് അറിയില്ല അല്ലെ ടെക്നിക്കലി. ഒരിക്കലല്ല. ചാനൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഇപ്പോ 1 ഇയർ ആയിട്ടുണ്ട്. സെപ്റ്റംബറിൽ തുടങ്ങി കഴിഞ്ഞാൽ. അപ്പൊ ആദ്യം എങ്ങനെയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫിഗർ, എന്റെ ശബ്ദം, ഞാൻ മാത്രമായിരുന്നു ചാനൽ ഉണ്ടായിരുന്നത്. പിന്നെ പതുക്കെ പോഡ്കാസ്റ്റ് ചാനൽ ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് പോഡ്കാസ്റ്റ് ചാനലായി. അതും നമ്മളൊരു ചെറിയ സെറ്റപ്പില് ഈ ഫോണൊക്കെ വെച്ചിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഹരി മൈക്ക് ഏതാടാ? ഹരി റിംഗ് ലൈറ്റ് ഏതാടാ? ഇവനാണ് ഞാൻ ശല്യപ്പെട്ടിരുന്നത്. ഇയാള് രാത്രിയൊക്കെ വിളിച്ചിട്ട് ഞാൻ ലാസ്റ്റ് കൊറേ നെറ്റില് ഫ്ലിപ്കാർട്ടിൽ കയറിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതെടുത്തോ. ഇയാള് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെറിയ റിംഗ് ലൈറ്റ് ഉണ്ട്, അതായത് ഒരു 15 ഇഞ്ചിന്റെ ഒക്കെ ചെറിയ റിംഗ് ലൈറ്റ് ഉണ്ട്. അതൊക്കെ എനിക്ക് അയച്ചിട്ട് എഴുന്നൂറ്റമ്പതിനുള്ളു കീച്ചട്ടെ പറഞ്ഞു. വേണ്ട. എന്നിട്ട് ഞാൻ പറഞ്ഞത് അവൻ മൊബൈലിൽ എടുക്കണ കഥനെ പറഞ്ഞത്. അപ്പൊ നമുക്കൊരു ഡിജിടെക് തോന്നല്ലോ ഡിജിടെക്കിന്റെ സജസ്റ്റ് ചെയ്തിട്ട് വിത്ത് സ്റ്റാൻഡുള്ള ടൈപ്പ് അവൻ പറഞ്ഞു. സോളായിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അതുമ്പോ തന്നെ സ്റ്റാൻഡുള്ള മൊബൈൽ ഹോൾഡറുള്ള റിംഗ് ലൈറ്റ് ആണ് സജസ്റ്റ് ചെയ്തത്. ഇതാണ് ഒരു 2500 റുപ്പീസ് ആ റേഞ്ച്. അതാവുമ്പോ നീ ഒറ്റയ്ക്കും ചെയ്യണമെന്ന് പറയുമ്പോ മീൻസ് നിന്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റായി നിനക്കും അതിന് ചുറ്റും വലിയ ലെമ്പില്ലാണ്ട് നല്ല ലൈറ്റ് കിട്ടും. ഒറ്റ ലൈറ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളിപ്പോ കീ ലൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതെ, നമ്മുടെ ജേണി അങ്ങനെയാണ്. അങ്ങനെ തുടങ്ങിയ ഒരു ജേണി ഇപ്പോ 2.0 എത്തി നിൽക്കാണ്. ചെറിയൊരു അപ്ഗ്രേഡേഷൻ അല്ലേ? ആദ്യത്തെ പേര് വേറെ ആയിരുന്നു. ചാനലിനകത്ത് പേര് റിയൽ ടോക്ക് വിത്ത് ആദിൽ. അതല്ല പറഞ്ഞില്ലേ, എന്റെ തല എന്റെ ഫിഗർ എല്ലാം ഞാൻ. അതുകൊണ്ട് ആ പേര് വെച്ച് തുടങ്ങിയത്. സോഫയിലിങ്ങനെ കിടക്കും. ഇപ്പൊ അതിൽ നിന്ന് മാറ്റിയിട്ട് ചാറ്റർ ഹുഡ് പോഡ്കാസ്റ്റ്. ചാറ്റർ ഹുഡ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കി പഠിക്കാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയില്ല കേട്ടാ. പേരിട്ട് നമ്മൾ തന്നെയാ. ചാറ്റർ ഹുഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളൊക്കെ ഫ്രണ്ട്സാണ്. ഇപ്പൊ ഒരാളും കൂടി ഉണ്ട്, ആളൊന്നും ഇല്ല. നമ്മൾ 4 പേരും കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നമ്മുടെ സംസാരങ്ങളും കാര്യങ്ങളും ആ ഒരു മൂഡായിട്ടുള്ള ഒരു പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത്. ഹുഡും ചാറ്റൊക്കെ കൂടി അവിടെ അങ്ങനത്തെ രീതിയിലേക്ക് എത്തി. ഫുഡിന്റെ കഥയൊന്നും പറയാണ്ടിരിക്കാണ്. നമ്മള് പരിചയപ്പെട്ടിട്ട് അപ്പൊ ഒരു ഏകദേശം 10 വർഷത്തോളം ആവാറായിട്ടുണ്ട്. 2013 അല്ല 12 വർഷം. 2025 അതിനു മുമ്പ് ഞാൻ ഇവനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പറ കഥ കേക്കട്ടെ. നമ്മള് 10 പഠിക്കുമ്പോ അല്ലെ? 2010 കാലഘട്ടം. 3 വർഷത്തെ സീനിയറിറ്റി ഉള്ളു. അതിന് സീനിയറിറ്റി ഉണ്ട് അല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്റെ ക്ലാസ്സിൽ, നഹാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ നമ്മള് കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ അവനോടാ ചോദിക്കുക. കാരണം അവൻ കമ്പ്യൂട്ടറിൽ വലിയ പുള്ളിയാണെന്നാണ് അവൻ സ്വയം പറയുന്നത്. ഗെയിംസ് വരല് അങ്ങനത്തെ പരിപാടിയൊക്കെ അവനെ ചെയ്യാറില്ല. ഡൗട്ട്സ് ഒക്കെ ഞാൻ അവനോട് ചോദിക്കും. ഞാൻ എന്റെ കമ്പ്യൂട്ടർ CPU ഓൺ ആവണില്ല. ഞാൻ അവനോട് CPU ഓൺ ആവണില്ല, എന്താ പ്രശ്നം? എന്റെ വീട്ടിൽ അവനിടയ്ക്ക് വരാറുണ്ട്.
ആടാ ഞാൻ നാളെ വന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി വരും, അവന് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അറിയാം, പാവണോ നല്ല നല്ല പയ്യനാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ വന്നോട്ടെ, അവനെ ഹാസ് പറഞ്ഞിട്ട് വരണല്ലേ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 2 സൈക്കിൾ ഇയാളും ഹാസും. ഇയാളെ ഞാൻ ആദ്യമായിട്ട് കാണണേട്ടാ, കാരണം ഇയാൾ എന്റെ സെയിം സ്കൂളിലാണെങ്കിലും വേറെ ഡിവിഷനിലാണ്. പരിചയപ്പെട്ടു അജൻ തന്നെ ആ സ്റ്റിഫ്നെസ്സോടെ അജൻ അങ്ങനെ പരിചയപ്പെട്ടു. CPUമേ കമ്പ്യൂട്ടർ കാണിച്ചു കൊടുത്തു, ഇതെന്താ പ്രശ്നം എന്നാ പറഞ്ഞു. നോക്കണൊക്കെ ഉണ്ട് കേട്ടാ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഒരു കാണാറിയില്ല മൊണ്ണ, അതായത് നമ്മുടെ ലീഗിലേക്ക് പറ്റിയ ആളാന്ന് മനസ്സിലായി. 5 മിനിറ്റ് കുറെ നേരമൊക്കെ ഇരുന്ന് നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നിനക്ക് അറിയില്ലല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കുറെ കഴിഞ്ഞപ്പോ എങ്ങനെയോ സംഭവം നമ്മളൊക്കെ കൂടിയിരുന്ന സാധനം സെറ്റായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹാസ്റ്റൽ പറഞ്ഞു, എടാ ഇവൻ പോയതിന് ശേഷം എടാ അവന് കാര്യമായിട്ടൊന്നും അറിയില്ല അല്ലേ പറഞ്ഞു. കുഴപ്പമില്ല നമ്മുടെ പയ്യനല്ലേ അങ്ങനെ എന്നിട്ട് അന്ന് സാധനം ശരിയായില്ല എന്ന് തോന്നുന്നുണ്ട്. അതായത് ഫോർമാറ്റ് ചെയ്യേണ്ടി വന്നു. ഫോർമാറ്റ് ചെയ്യാൻ എന്തോ CPUവിന്റെ എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. അതിന് പിറ്റേ ദിവസം ഇവൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് സംസ്കൃതത്തിന് വരും, ഞങ്ങള് ഇവന്റെ ക്ലാസ്സിലേക്ക് മലയാളം. സമയത്ത് ഇവൻ ക്ലാസ്സിൽ വന്നപ്പോ എന്നെ കണ്ടു, ഞങ്ങൾ രണ്ടാമത് കാണുന്നു. അവൻ ചോദിച്ചു ശരിയായാ? ഞാൻ പറഞ്ഞു ശരിയായോന്നാ ശരിയായില്ല എന്ന് പറഞ്ഞല്ലേ. ശരിയായിട്ടില്ല, ഇനി പുറത്ത് കാണിക്കണം എന്നെന്തോ പറഞ്ഞു. പറയണ്ട അത് അതിന്റെ പ്രശ്നം, ഇതിന്റെ പ്രശ്നം എന്റെ മനസ്സിലും മനസ്സിലായി. വീടിന്റെ ടുട്ടുമാഷുണ്ട്, മൂപ്പരടുത്തേക്ക് ഞാൻ പോവാ. അങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ അറിയണത്. പക്ഷെ ശരിക്കും അന്ന് ഫോർമാറ്റ് ചെയ്യാനൊന്നും അറിയുന്നില്ല. ബൂട്ട് മെനുവിലേക്ക് പോയപ്പോ ഞാൻ നെറ്റി ധരിച്ചു എന്ത് ചെയ്യണ്ടെന്ന് അറിയാനായിട്ട്. കാണിക്കുന്ന നീല കളറിൽ എന്നെ പഠിച്ചുട്ടാ. അങ്ങനെ പിന്നെ പരിചയപ്പെട്ടു. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴും കാണും, സംസാരിക്കും, ഇതേ ഉള്ളൂ. അങ്ങനെ 10 ഒക്കെ കഴിഞ്ഞു, +1 എത്തി. +1 എത്തിയപ്പോൾ ഞാൻ വേറെ സ്കൂളിലായിരുന്നു, ഒരു മാപ്പിള സ്കൂളിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെ അവിടുന്ന് ഞാൻ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് നാട്ടിക ഫിഷറീസിലേക്ക് വരാണ്. അങ്ങനെ നാട്ടിക ഫിഷറീസിലേക്ക് വന്നപ്പോൾ ഇവനവിടെ ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് പരിചയം ഉണ്ടല്ലോ നമ്മള്. അതായത് +2 +1 +2 10ാം ക്ലാസ്സിലായിരുന്നു. ഇപ്പൊ +1ലേക്ക് എത്തി. അപ്പൊ വേറെ ക്ലാസ്സിലായിരുന്നു, ഒരു ക്ലാസ്സിൽ. ഇപ്പൊ +1 എത്തിയപ്പോ ആ ക്ലാസ്സിൽ ഇവൻ പരിചയമുള്ളതാണല്ലോ. അപ്പൊ പരിചയം പുതുക്കി. സ്വാഭാവികമായിട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്കാണല്ലോ +1 ഡിഗ്രി. ഞാൻ വേറൊരു ബെഞ്ചിലായിരുന്നത്, ഇവൻ വേറെ സ്ഥലത്തിരുന്നു. കുറച്ച് 2 ആഴ്ചകൾക്ക് ശേഷം ഈ റോൾ നമ്പർ അനുസരിച്ചിട്ട് ബെഞ്ചിന്റെ ഓർഡർ ഇരിക്കണോ, സീറ്റിംഗ് ഓർഡർ ഇല്ലേ, ആ രീതി റോൾ നമ്പർ അനുസരിച്ച് 1 2 3 അങ്ങനെ വന്നപ്പോ ഒരാൾ ബാഗൊക്കെ എടുത്ത് വന്നിട്ട് എന്റെ അടുത്ത് ഇരിക്കുന്നു. നോക്കിയപ്പോ ഇവൻ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കൊണ്ടേ പോകും, ഇവൻ എന്നെ കൊണ്ടേ പോകും. ആ ദിവസം എനിക്ക് മനസ്സിലായി. അതായത് ഞാൻ 2ഉം ഇവൻ 3ഉം. അത് ഞാൻ 3ഉം നീ 4. അങ്ങനെ പിന്നെ ഞങ്ങള് പിന്നെ സ്ഥിരം സംസാരമായി. പിന്നെ ഒരേ ടോപ്പിക്, ഒരേ കൈൻഡ് ഓഫ് ടോപ്പിക്സ് ആണല്ലോ നമ്മൾ പറയാ. സിനിമ, അങ്ങനത്തെ സ്പോർട്സ്, അങ്ങനത്തെ പരിപാടികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായി. ക്ലാസ്സിൽ എപ്പോഴും പിടിക്കും ടീച്ചർ. നമ്മുടെ പോലെയൊക്കെ തന്നെ ഏകദേശം സംസാരിച്ചിട്ട് പിടിക്കും. സംസാരം ഞങ്ങളിപ്പോ ചിരിക്കുക, ഓരോന്ന് പറഞ്ഞിട്ട് ഓരോ കോമഡി പറഞ്ഞ് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സിലായി, ഒരു ആളെ ക്യാരക്ടർ മനസ്സിലായി. പിന്നെ അതല്ലേ, പിന്നെ ഒരേ വൈബാണ്. പിന്നെ അത് ഭയങ്കര കണക്റ്റഡ് ആയി, വല്ലാത്തൊരു പിന്നെ 2 വർഷം +1 +2 ഒരുമിച്ച് ഒരേ ബെഞ്ചിരുന്ന് പഠിച്ചു. ഇതില് സെമിനാർ വെക്കുക ഒരുമിച്ച്, വെക്കാണ്ടിരിക്കൽ ഒരുമിച്ച്, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയാണ്ടിരിക്കുക ഒരുമിച്ച്. അറിയില്ല ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 ഇരിക്കും കിട്ടൂല. കിട്ടാണെങ്കിൽ 2 കിട്ടുകയും ചെയ്യും. പിന്നെ മുടങ്ങ ഒരുമിച്ച്. അത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യും. എന്റെ വീട്ടിൽ വരും, നല്ല കളി, എന്നിട്ട് പറയും പനി ലീവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കും. അങ്ങനെ എല്ലാ തരികിടകൾക്കും തരികിടകൾക്കും ഒരുമിച്ചുണ്ടായിരുന്നു 2 കൊല്ലം. പിന്നെ അതിലെ ഏറ്റവും ഓർമ്മിക്കാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു നാടകമായിരുന്നു. അയ്യോ വല്ലാത്തൊരു നാടകമായി. അതായത് +2 പഠിക്കുമ്പോൾ ഞങ്ങളൊരു നാടകം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കോളേജിൽ. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് നമ്മൾ പങ്കെടുക്കണം. നമുക്ക് വേറെ ലക്ഷ്യമുണ്ട്. ഈ
ചോദ്യശരങ്ങളിൽ നിന്നൊരു മോചനം. രക്ഷപ്പെടാം. കാരണം Rehearsal ചെയ്യാൻ പോകുമ്പോ എന്നും ചോദ്യം പിന്നെ ആൻസർ പറയണം. ആൻസർ പറഞ്ഞാൽ അടി കിട്ടും, അല്ലെങ്കിൽ പുറത്തു എക്കണോമിക്സും ബിസിനസ് മടുത്തളിയാ. അപ്പൊ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, വിഷയമില്ല, നമ്മുടെ കലാകാരന്മാരല്ലേ. അതെ, ചോദിച്ചു കഴിഞ്ഞാൽ റിഹേഴ്സലാണ്, നാടകത്തിനാകുമ്പോ സമയം വേണം. റിഹേഴ്സൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെന്നാലും കുഴപ്പമില്ല. ഇന്നലെ റിഹേഴ്സൽ ആയിരുന്നു പറയാ. ഇന്നലെ ക്ലാസ്സിൽ ഒന്നും ഇല്ലല്ലോ, നാളെ തന്നെ പറയാന്ന്. ഡെയിലി റിഹേഴ്സലാണ്. അതെ, ഈ ടീച്ചർമാരുടെ മക്കൾ ഉടായിപ്പെടുന്ന ഒരു വെപ്പുണ്ട്. അതിന് കറക്റ്റ് അങ്ങനെ ഡോക്ക് ഉണ്ട്. കറക്റ്റ് ഉടായ്പന്മാരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ടീച്ചർമാരുടെ മക്കൾ ആ ഒരു റേറ്റ് ഓഫ് റേഷ്യോ കൂടുതലായിരിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞങ്ങൾ എന്നിട്ട് ഈ പറഞ്ഞ പോലെ നാടകം ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതി. അതായത് ഡ്രഗ്സ് സപ്പോർട്ട് ചെയ്തിട്ടല്ല, ഡ്രഗ്സ് ബേസ് ചെയ്തിട്ട് ഒരു സാധനം. വീണ്ടും ഒറിജിനൽ വെർഷൻ, കാമ്പുള്ള വെർഷൻ. വീണ്ടും എന്താണെന്ന് വഴിയെ പറയാം. കുറച്ച് പിള്ളേര് ഡ്രഗ്സ് അടിച്ചൊരു പയ്യനെ കൊല്ലണ്, അങ്ങനെ ഒരു സെറ്റപ്പ്. പക്ഷെ അത് അവിടുത്തെ മാഷ് റിജക്ട് ചെയ്തു. അത് സാധനം അടിപൊളി സാധനം, എല്ലാവർക്കും ടീച്ചർക്കൊക്കെ ഇഷ്ടമായി. ഞങ്ങളത് റിഹേഴ്സലൊക്കെ തുടങ്ങി അടിപൊളിയായിട്ട് സാധനങ്ങൾ പഠിച്ചു വരായിരുന്നു. ഗേൾസ് നമ്മുടെ ചാരുക്കില്ലേ, ചാരുവിനെ ക്ലാസ്സിലായിരുന്നു. ചാരുവിനൊക്കെ ഒരു റോള് കൊടുത്ത് ചാരുവിനെ വെച്ച് അഭിനയിപ്പിക്കുക. നമ്മൾ പിന്നെ അതിന് മുൻപന്തി നിന്ന് എല്ലാം പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോ സ്ക്രിപ്റ്റ് റിജക്ഷൻ കിട്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ആ സ്കൂളിൽ നടന്ന എന്തോ ഒരു സംഭവം, പക്ഷെ നമുക്കൊന്നും അറിയില്ല. നമ്മളൊരു തിങ്ക് ചെയ്തു, നമ്മളെ സാധനം എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. നിങ്ങൾ എന്താ കാണിച്ചേ? റിജക്ട് ചെയ്യത്തക്ക രീതിയിൽ കുട്ടീനെ കൊല്ലാന്നൊക്കെയല്ലേ അത് കാണിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. അത് പറഞ്ഞ ആ സ്കൂളിൽ ഇതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട് എന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ അതിനെ അങ്ങ് ലൂസ്ലി ബേസ്ഡ് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പൊ അത് കുറെ കട്ട് ചെയ്ത് ഇങ്ങ് തന്നു. സെൻസർ ബോർഡ് വിട്ടിരുന്ന പോലെ കുറെ കട്ട് ചെയ്ത് തന്നപ്പോ എസൻസ് ഉള്ളിൽ പോയിട്ടൊരു സാധനം നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ സത്യജിഷ്ണു എന്ന് പേരിലെടുത്തുണ്ട്. ജിഷ്ണു അവനൊരു സ്ക്രിപ്റ്റ് ആയിട്ട് വന്നു നമ്മളെ ക്ലാസ്സിലുള്ള തെരഞ്ഞാ കിട്ടും. സത്യജിഷ്ണു അവനൊരു സാധനം കൊണ്ടുവന്ന് ഒരു ഒരച്ഛനും അമ്മയും 2 പിള്ളേരും അവരുടെ നല്ല സ്വത്ത് തർക്കം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. ഈ സാധനം കൊണ്ടുവന്നത് എന്തോ ഫസ്റ്റ് കിട്ടിയ SLCക്ക് ഫസ്റ്റ് കിട്ടിയ എന്ന് പറയണ്ടാവുന്നത്. ഈ സാധനം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ സാധനം വായിച്ചു നോക്കി. നമുക്ക് സിനിമ പാഷനും തേങ്ങമാന്നൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് സാധനം വായിച്ചാൽ മനസ്സിലാവല്ല ഇത് കൊളുത്തോ. ഈ സാധനം വായിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് പൊട്ടും, ഇത് നിങ്ങൾ എങ്ങനെ എടുത്താലും പൊട്ടും, കാരണം ഇതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ ഇവന്മാർക്ക് ഇത് തന്നെ മതി. അപ്പോഴേക്കൊരു ടീം ഫോം ചെയ്തു അവിടെ വേറെ ടീം ഫോം ചെയ്തു. അപ്പൊ ഇവന്മാർക്ക് ഇത് തന്നെ മതി. ഞാൻ പറഞ്ഞു ഇത് ശരിയാ, വർക്കാവൂല, നിങ്ങളിത് എങ്ങനെ ഇട്ടാലും സാധനം പൊട്ടും. പറഞ്ഞില്ല ഫസ്റ്റ് കിട്ടിയാണ് അത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല, നിങ്ങൾ എന്ത് ചെയ്തോ. ഞാനിവരെ സ്റ്റാർട്ടിങ്ങിൽ പേര് കൊടുക്കുന്നേ, നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നേ. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, ഇവര് കൊണ്ടുവന്നപ്പോ ഇവരായി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നു ഞാൻ. പിന്നെ ഉമ്മാരൊക്കെ കൂടി നിർബന്ധിച്ചു അറ്റ്ലീസ്റ്റ് എന്റെ ഭാഗമാവണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ജസ്റ്റിന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കാന്ന് പറഞ്ഞു. സപ്പോർട്ടായി നിന്ന് പിന്നെ ഫുൾ ഡ്രാമ പ്രാക്ടീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം എത്തി. ഞാൻ ജസ്റ്റിന്റെ കൂടെ കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താല്പര്യം ഇല്ല. അത് വായിച്ചാൽ എനിക്ക് മനസ്സിലായി സാധനം പൊട്ടുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിനെ സപ്പോർട്ടായിട്ട് നിന്നു, ഡ്രാമ കളിച്ചു. അങ്ങനെ പകുതി തൊട്ട് പിന്നെ കേട്ടിട്ടില്ല മോനൊന്നും. കൂവല് പറഞ്ഞാണ്ടല്ലോ കൂവല്. ഞാൻ എന്താണോ പറഞ്ഞത് ആ സാധനം തന്നെ അവിടേക്ക് എത്തി. സാധനം പൊട്ടി എന്നുള്ളത് മാത്രല്ല ചീത്തപ്പേരുമായി. മതിരി അടി ഓടിന്റെ ലാസ്റ്റ്. അതായത് നമ്മളെ ജൂനിയർ പിള്ളേർ അടിപൊളിയായിട്ട് നാടകം കളിച്ചു. അപ്പോഴും നമ്മൾ ഈ മലങ്ങളുടെ സാധനം അടിച്ചത്. അതായത് ഡയലോഗ് കേട്ടില്ല ഒരാൾക്കും. കൂവല് വേറെ ഞങ്ങൾ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ മാർച്ച് സംഭവിച്ചില്ല. റെക്കോർഡ് ചെയ്യാൻ ചുണ്ടനയ്ക്കാൻ മതി, കേൾക്കണവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത് നമ്മളെ സെറ്റ് എന്ന് പറഞ്ഞ സിനിമാറ്റിക് സെറ്റാണ്, വലിയ സെറ്റ്. ഒരു തുണിയമ മതില് വരച്ചിട്ടൊക്കെ കെട്ടിയിരുന്നത്. അതൊക്കെ കണ്ട മതിലാണെന്ന് തോന്നണ്ടേ, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഡയലോഗ് പറയണ കേൾക്കണില്ല. പിന്നെ അവർക്കൊന്നും മനസ്സിലാവാണ്ടായി, കാണുന്നവർക്ക് മനസ്സിലാവില്ല, നമുക്ക് എന്തുണ്ടെന്ന് അറിയണില്ല. അങ്ങനെ ചെയ്തിട്ട് ഓടി, മതിലൊക്കെ ചാടി ഓടി. പിറ്റേ ദിവസം വന്നില്ല. ഇവിടെ ഞാനും കൂടി ജവാനോ ഫിലിം വെള്ളിമല സിനിമ ഓർമ്മയില്ലേ, അത് വേണ്ട. ഗർത്തത്തിലേക്ക് എടുത്ത് ചാടി. ഒരു ഗർത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോയതൊന്നല്ല. കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടുവിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ എക്സാം ഒക്കെ നമ്മൾ അടുത്തല്ല നമ്പർ.
അപ്പോൾ നമുക്കറിയാം ഇന്ന ഇതിൽ നമ്മൾ ഡൗൺ ആണ്, അപ്പൊ ഇതിൽ നമ്മൾ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെയുള്ള ഫുൾ പ്ലാനിൽ എക്സാം എഴുതി രണ്ടുപേരും ജയിച്ചു. തുണ്ട് വെക്കാണ്ട് ജയിച്ചുട്ടാ. നോട്ട് ദ അതും എക്കണോമിക്സും അക്കൗണ്ടിങ്ങും മനസ്സോക ജയിച്ചു. പക്ഷെ നല്ല ജയിച്ചു, ജസ്റ്റ് കടന്നു പോന്നു. അങ്ങനെ അത് കഴിഞ്ഞു നേരെ അടുത്ത കൊല്ലം നമുക്ക് കോളേജ് ചേരണം. ഡിഗ്രി സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലാന്ന് വെച്ചാൽ കുറച്ച് നാൾ സുഖിച്ചൊന്ന് വീട്ടിലിരിക്കണം. കാരണം ഈ 2 വർഷം അമ്മതിരെ അനുഭവിക്കലായിരുന്നേ, കഷ്ടപ്പാടുണ്ട്. മനസ്സിലാവണ്ടേ മെയിനായിട്ട്. അത് നമുക്ക് വേറെ പോഡ്കാസ്റ്റിൽ ചെയ്യാനുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച്. അത് പിന്നെ അത് ഇതിൽ പറയാൻ നേരം ഉണ്ടാവില്ല. അല്ലാത്തത് അപ്പോ എല്ലാവരും മറ്റേ ഏകജാലക സെറ്റപ്പ് അല്ലേ, മറ്റേ ഇതിൽ കൊടുത്തിട്ടൊക്കെ ഉള്ള അലോട്ട്മെന്റ്. ഏകജാലകത്തിന്റെ ആ ഒരു നമ്മള് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ 10ലെ ബുക്ക് മാറി, പ്ലസ് ടു കഴിഞ്ഞപ്പോ പ്ലസ് 2ലെ ബുക്ക് മാറി എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ നമ്മളൊരു വിദ്യാഭ്യാസ മന്ത്രി ഒന്നുണ്ടായിരുന്നു, പറമ്പിൽ നിൽക്കണ പശുവിനെ വരെ ജയിപ്പിച്ച്. ആളെ പേര് അബ്ദുൾ റബ്ബ്. അല്ല അതിന്റെ അല്ലടാ, നമ്മളെല്ലാത്തിന്റെയും പിന്നെ കിഡ്സിന്റെ ലാസ്റ്റ് കഷ്ണങ്ങളിൽ പെട്ടതാണ് ഈ 95, 96 അതാണ് കാര്യം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള ലൈനിലാണ്. അപ്പൊ ഈ പറഞ്ഞ പോലത്തെ ഏകജാലകൊക്കെ നമ്മളെ ഒരു നമ്മളുടെ വർഷം മുന്നത്തെ വർഷമൊക്കെ ആയിട്ടാണ് ഏകജാലകം HS ഇംപ്ലിമെന്റ്. നമ്മൾ എല്ലാ പിള്ളേരും സാധനം കൊടുക്കാൻ ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, അക്ഷയ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓടുമ്പോ ഞാൻ വീട്ടിൽ സുഖമായിട്ട് മൂടി വെച്ച് കിടന്ന് ഉറങ്ങാം. അപ്പൊ എന്നോട് കുറെ ഫ്രണ്ട്സ് അവിടെ വെച്ച് കാണുമ്പോഴേക്കും നീ കൊടുക്കണില്ലേ, ഇങ്ങനെ പഠിക്കാൻ പോണില്ലേ, ഞാൻ പറഞ്ഞ പിന്നെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്തു. എനിക്കറിയാം നമ്മള് വലിയൊരു കോളേജ് കൊടുത്തതിനെ കിട്ടില്ല. അപ്പൊ കുറച്ചും കൂടിയും പിന്നെ എനിക്ക് ഒന്ന് ഡൗൺ ആയിരുന്നതിന് ശേഷം പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് നിന്നു. കുറെ കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, എനിക്ക് ടൈമായി. മറ്റേ വേക്കപ്പ് സിഡിലോ അല്ലെ വേക്കപ്പ് കോൾ വന്നു വീട്ടിൽ. എത്ര ശതമാനം ഉണ്ടായിരുന്നു? അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, അതുകൂടെ പറയേണ്ട ആവശ്യം. 90 കിട്ടിയിട്ടാണ് ഇവര് വർത്തമാനം പറയണെന്നുണ്ടെങ്കിൽ ഓക്കെ. 70%. 70 ഞങ്ങൾക്ക് സെയിമാടാ, കുറച്ചും കൂടി പതിപിടി. ഇല്ല 70 അങ്ങനെ ശരി വിശ്വസിക്കണം. 70 സർട്ടിഫിക്കറ്റ് എടുക്കടാ. അപ്പൊ പിന്നെന്ത് ചെയ്തു, എന്തായാലും എവിടെയും ചേരണ്ടേ, മേക്കപ്പ് കോളൊന്നും വീട്ടിൽ നിന്ന് പോയി ചേർന്നില്ലെങ്കിൽ പണി പാടും. ഞാനാരും എന്ത് ചെയ്തു, ക്രൈസ്റ്റിലും സെന്റ് അലോഷ്യസിലും പോയി. അവിടെ നിന്ന് മറ്റേ ഫോം എഴുതി കൊടുത്തു അവിടെ ഇതിന്. അപ്പൊ ഞാൻ ഓൾറെഡി അവിടെ ക്രൈസ്റ്റിലെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് സെറ്റപ്പ് എന്നൊക്കെ ചോദിച്ചു. അവള് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അവിടെ ഒന്ന് BBM അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളായിരുന്നല്ലോ BBA സംസാരിച്ചു, കുഴപ്പമില്ല കോളേജ് കുഴപ്പമൊന്നുമില്ല, നല്ല വൈബാന്നൊക്കെ പറഞ്ഞു. അപ്പൊ പ്രതീക്ഷ കൂടി. ഞാൻ ഹൈ എക്സ്പെക്ടേഷനിൽ ഈ 2 കോളേജിൽ കൊടുക്കുന്നു, 2 നിന്നും വിളി വരുന്നു, ഒരു ഡേ ഇന്റർവ്യൂ. ഞാൻ എന്ത് ചെയ്തു, ചൂസ് ചെയ്യണം, സെന്റ് അലോഷ്യസ് വേണോ ക്രൈസ്റ്റ് വേണോ, ക്രൈസ്റ്റ് വേണോ സെന്റ് അലോഷ്യസ് വേണോ. ഞാൻ എന്ത് ചെയ്തു, ക്രൈസ്റ്റ് അങ്ങ് ചൂസ് ചെയ്തു. പക്ഷെ എന്റെ മൈൻഡിൽ സെന്റ് അലോഷ്യസ് ഉണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ ഡിസിഷനിലേക്ക് വന്നപ്പോ ക്രൈസ്റ്റ് ചൂസ് ചെയ്തു. പുതിയ മുഖം. കാരണം അറിയാലോ, സിനിമയിലുള്ള സാധനം. അതെ, പിന്നെ കുറെ സിനിമകളിലെ ക്രൈസ്റ്റുകളുടെ ലൈഫ് നമ്മള് കണ്ടിട്ടുണ്ട്. ആ പ്രതീക്ഷയില് പോകുന്നു, അവിടെ അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് ഡേ പോയപ്പോ എനിക്കൊരു മണം വന്നു. അതായത് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ച പോലല്ല. ഫസ്റ്റ് ഡേ എനിക്ക് മനസ്സിലായിട്ടാണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ മറ്റേ ഇനോഗ്രേഷൻ അല്ല, ഇനീഷ്യേഷൻ ഡേയോ അങ്ങനെ എന്തോ 2 ദിവസം ഉണ്ടായിരുന്നു. അയാളെ പോയിരുന്നു, എനിക്കൊരു സുഖം തോന്നണില്ല മൊത്തത്തില്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഒരു ഗ്രൂപ്പിന്റെ കൂടെ, കാരണം നമ്മൾ അടുത്ത് വരുന്ന ആൾക്കാരെ കൊണ്ട് ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടി വന്നപ്പോഴും അതിന്റെ കഥകൾ നമുക്ക് ബാക്കി വഴി പറയാം. അത് ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടെ പോയിരുന്നപ്പോഴും എനിക്ക് എന്തോ മൈൻഡും സെറ്റ് ആവുന്നില്ല കോളേജിൽ. കാരണം മേ ബി എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ നമുക്ക്. തീർച്ചയായിട്ടും എനിക്കാണെങ്കിൽ ഇത്രയും എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോ അത് മീറ്റ് ചെയ്യുന്നേ ഇല്ല. നമ്മുടെ എക്സ്പെക്ടേഷൻ തന്നെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ മെയിൻ ക്യാമ്പസ് ആയിരുന്നില്ല, നമ്മള് ഓഫ് ക്യാമ്പസ് ബാച്ച് ആയിരുന്നു. അപ്പൊ കുറെ മെയിൻ ക്യാമ്പസിനുള്ള കുറെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ആ കണ്ട സാധനമൊക്കെ
അല്ല ആ സാധനം അവിടെ ഉണ്ട്. നമുക്ക് കിട്ടില്ല എന്നുള്ളൂ. നമുക്ക് യൂണിഫോം അങ്ങനെ സെറ്റപ്പ് പ്ലസ് ടുവിന്റെ ഒരു അപ്ഗ്രേഡ് ആണെന്ന് പറയാം. നമ്മുടേതായ രീതിയിലാണ് നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളത്. അല്ല, എനിക്ക് അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടിരുന്ന യൂണിഫോം. എനിക്ക് ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഞാൻ പോട്ടെ വിചാരിക്കാം, യൂണിഫോം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഡെയിലി വരാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കണം ഞാൻ. യൂണിഫോം ഇൻസൈഡ് ചെയ്തില്ലെങ്കിൽ വേറെ പണി, സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോവാ. എന്നെ എത്ര കൊണ്ടുപോയി അറിയോ? ഇയാളെ കൊണ്ടുപോവില്ല, ഇടൂല. അത് ഇടൂല. എന്നെ എപ്പോഴും സ്റ്റാഫ് റൂമിൽ കൊണ്ട് പോയിട്ട് ഇടിപ്പിക്കല പണി. ടീച്ചർ അതല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇവനൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവനപ്പുറത്തെ ആ ഒരു ഗ്രൂപ്പിലിരിക്കുന്നത്, വലിയ ഗ്രൂപ്പിലായിരുന്നു. അല്ല എനിക്ക് കുറച്ചുകൂടി ഒരു കണക്റ്റഡ് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇരുന്നത്. പക്ഷെ എനിക്ക് യാതൊരു കംഫർട്ട്നെസ്സും കോളേജിൽ വരാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞ. അങ്ങനെയാണ് ഞാൻ ഇവനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ അങ്ങോട്ട് പോകുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചില ഇൻസ്റ്റിന്റ് ഉണ്ടാവും നമുക്ക് ചിലവരെ കാണുമ്പോ. അതായത് ഇവൻ നമുക്ക് കണക്ട്, നിന്നെ ഫസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു സാധനം അതാ. അതായത് ഇവൻ നമുക്ക് പറ്റും. ഇവനെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ ചെയ്തു, ഇവന് ഫേസ്ബുക്കിൽ മെസ്സേജ് വെച്ചിട്ട് ബ്രോ ആണല്ലടാ ഞാൻ തന്നെ പറയാ വിഷയം. നീ പറഞ്ഞോ, പറഞ്ഞോ. സാറ് ക്ലാസ്സിലുള്ളവരെ വീക്ഷിച്ചു. ഓക്കെ, അല്ല അപ്പൊ എനിക്ക് കുറച്ചുകൂടി കംഫർട്ട്, അല്ല എനിക്ക് തോന്നി കണക്ട് ആവും തോന്നി. ഞാൻ അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കുന്നു, എടുത്തു വന്നിരിക്കട്ടെ എന്ന് വെക്കുന്നു. അത് ഞങ്ങൾ എടുത്തിരുന്നു. കാരണം അവിടെ സ്പേസ് ഉണ്ട്. വളരെ ലളിതമായിട്ട് അവനെ നോക്കി. അല്ല, എന്റെ സീറ്റിൽ 6 പേരുണ്ടായിരുന്നു. ഞാനപ്പോ അവിടേക്ക് വന്നിരുന്നു. അവിടെ 4 പേരൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ വന്നിരുന്നു. ഇനീഷ്യൽ ടോക്കിൽ തന്നെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യും സിനിമ പ്രാന്തന്മാര്. പക്ഷെ അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒരാള് മമ്മൂക്ക ഫാൻ, ഫാൻ, അങ്ങനെ ഒരാൾ സൂര്യ ഫാൻ, ഒരു അജിത് ഫാൻ, അങ്ങനെ പിന്നെ ആള് രജനീകാന്തിന് ഇഷ്ടം, കമലഹാസന് ഇഷ്ടം, വേറെ. അത് ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ സിനിമ പരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഭയങ്കര കോമണായിരുന്നു. നമ്മുടെ നിരീക്ഷണങ്ങളും നമ്മൾ ടോക്ക് ചെയ്തിരുന്ന സിനിമ, അല്ലെങ്കിൽ അന്നത്തെ ആ ടൈം മീൻസ് 10 കൊല്ലം മുന്നത്തെ നമ്മുടെ ആയിട്ടുള്ള സിനിമകൾ ഞാനും കാണുമായിരുന്നു, ഇവനും കാണുമായിരുന്നു. അത് ഭയങ്കര ഒരു കണക്ഷൻ ആയിരുന്നു. പിന്നെ ഈ രജനീകാന്ത്, കമലഹാസൻ എന്ന് പറയുമ്പോഴും നമ്മൾ അവരുടെ നല്ല കാര്യങ്ങളാണ്, തല്ലുപിടിക്കലല്ല, തല്ലുപിടിക്കും ഓഫ് കോഴ്സ്. പക്ഷെ ഒരു നമ്മുടെ ആളാണ് മെയിൻ, അല്ലെങ്കിൽ ഞാൻ ഫാനായിരിക്കുന്ന ആളാണ് വലുതാവണമെന്ന് പറയാൻ നമ്മൾ പലതും പറയും. അതുകൊണ്ട് ഇടിയും കാര്യങ്ങളൊന്നുമല്ല. പ്ലസ് 2 ഇടി ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഒരു ഗതിയായിരുന്നു ആ ടൈമിൽ ഇട്ടാ. കമലഹാസനായാലും രജനീകാന്തായാലും ലിങ്ക് തൂങ്കാവനം അങ്ങനെയൊക്കെ വിഷയത്തിൽ നിന്ന് തന്നെ സിനിമയിലേക്ക്. ഇയാള് ഒരു ദിവസം രാത്രി മെസ്സേജ് ചെയ്ത് ഹായ് ബ്രോ ഞാൻ ഓൾറെഡി അറിഞ്ഞത് കൊണ്ടാണല്ലോ നീ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തത്. ഞാൻ ഏതിലാണ് അതിൽ ഞങ്ങൾക്ക് ആദിൽ എന്ന് വിളിക്കാം. നമ്മളവിടെ പേര് പറഞ്ഞിട്ടില്ലാട്ട് ഇതുവരെ. അയ്യോ അത് മറന്നു പേര് പറഞ്ഞില്ല. എന്റെ പേര് ഹരി. എന്റെ പേര് ആദിൽ. എന്റെ പേര് അച്ഛൻ. അപ്പൊ ഇയാള് മെസ്സേജ് ഇട്ടും അതേ ഞാനേ നിങ്ങളുടെ അവിടെ വന്നിരുന്നോട്ടേത് എന്ത്. അതെ ഞങ്ങള് മീൻസ് പറയണേ, ഞാൻ ഇങ്ങനെ ക്ലാസ്സിലുള്ളവരൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ എനിക്ക് പറ്റിയത് നിങ്ങളാ. നിരീക്ഷിച്ചിരുന്ന് നോക്കിട്ട് ഉമ്മക്ക് പറ്റിയ ആൾക്കാർ ഉമ്മാരാട്ടാന്നുള്ള ലൈനില് വേറെ ഒന്നും പറയണ്ട. എനിക്ക് തോന്നി ഒരു സാധനം. അടുത്തേക്ക് പോവാ കുറച്ച് നേരമായി. സെക്കൻഡ് ഇയർ കഴിഞ്ഞു. ഞാനവിടെ നിന്ന് പോന്നു, ഡ്രോപ്പ് ഔട്ട് ആയി. ഞാൻ ഇവനവിടെ 3 വർഷവും പഠിച്ചു. പിന്നെ നമ്മൾ ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് എക്സാമിന് കാണും. നമ്മൾ ഇവര് 2 വർഷം ഉണ്ടായിരുന്നുള്ളെങ്കിലും ഭയങ്കര കണക്ഷനാ ഇപ്പോഴും. അതെ അവിടെ ഉണ്ടായിരുന്നവര് ഒരു 3 വർഷം ഉണ്ടായിരുന്നവരെക്കാളും കണക്ഷൻ ഉണ്ട് ഇവനായിട്ട്. ഇവനും ദിൽജിത്തും
അഷ്റഫ് ഭായിനെ പറ. അതിലൊരു കളിയില്ല. എഡ്വി ക്രിസ്റ്റോ അവരൊക്കെ ആയിട്ട് ഭയങ്കര എല്ലാവരും പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഭയങ്കര കണക്ഷനാണ് ഇപ്പോഴും. അത് ഭയങ്കര എല്ലാവരായിട്ടും ഇന്ന ആൾക്കാർ നല്ല എല്ലാവരായിട്ടും ഭയങ്കര കണക്ഷനാണ്. പക്ഷെ അതില് ഏറ്റവും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന, എടുത്തില്ലെങ്കിലും എപ്പോഴും കാണുന്നില്ലെങ്കിലും ഈ പറഞ്ഞ ഡിജിത്ത് ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവനായിട്ടും ഇപ്പൊ ഭയങ്കര കണക്ഷനാണ്. അത് എവിടെ നിർത്തിയോ നമുക്ക് അവിടെ വെച്ചിട്ട് എല്ലാവരായിട്ട് തുടങ്ങാൻ പറ്റും. അതൊരു വലിയൊരു മഹാഭാഗ്യമാണ്. അതെ അതെ. ഇപ്പൊ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എനിക്കൊരു വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന 1-2 അല്ലെങ്കിൽ 2-3 പേരുടെ ഇവനുണ്ടാവും. അതെ അതെ. ഇവനോട് പിന്നെ പറയേണ്ടി വരൂല, കാരണം ഓൾറെഡി എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. വീട്ടിൽ എവിടെയെങ്കിലും പോയി പറ്റിട്ട് കിടന്നോളോട്ടാ. അതെ. പക്ഷെ അങ്ങനെ ആ ഒരു 2-3 പേരിൽ വിളിക്കുന്നതില് ഫസ്റ്റ് ഞാൻ ചിലപ്പോ വിളിച്ചിട്ട് പറയും തീർച്ചയായിട്ടും പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലെ ഫംഗ്ഷൻസും ശരിക്കും കല്യാണത്തിനാണ് കണ്ടത്. അല്ലല്ല, ഇയാള് കോളേജില് അല്ല നമ്മള് ലാസ്റ്റ് കണ്ടത്. പിന്നെ മറ്റേ ആഡ് എടുക്കാൻ കണ്ടത് പിന്നെ പറയാം. അവസാനം കണ്ടത്, ആദ്യം കണ്ടത് വേറെ കഥയുണ്ട്. അത് പറയാം, അതേ കണക്ട് ചെയ്യാം നോക്കി കഥ. ആദ്യം പറഞ്ഞത് മറ്റേ പരിപാടിയായിരുന്നു, 3rd ഇയർ കോളേജ് ഫംഗ്ഷൻ. ഞാൻ ആ സമയത്ത് കോളേജിൽ പക്ഷെ ഫംഗ്ഷൻ വരാം, ഫംഗ്ഷന് വരണം എന്ന് നീ നിർബന്ധിച്ചാണ് എന്നെ വരുത്തിയത്, ഓർമ്മയില്ലേ? ആയിരിക്കും. എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. അങ്ങനെ വരാൻ പറഞ്ഞു. കാരണം നമ്മുടെ ഒരു ഇതിന്റെ എന്തോ ഷോർട്ട് മൂവി എന്തോ എടുത്തിട്ട് തന്നെ പ്രൈസ് കിട്ടുന്നൊക്കെ ഓർമ്മയില്ലേ? എന്നിട്ട് ആ പ്രൈസിന് നമ്മള് 1 കിലോ ബിരിയാണി കഴിക്കാൻ പോയി. അത് ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനില് ഫസ്റ്റ് പ്രൈസ് അടിച്ചു നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത. എനിക്കതില് മറ്റേ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിനിടയില് PR ഒക്കെ സ്വന്തം PR, ഞാൻ ബെസ്റ്റ് ഡയറക്ടറാണ് ആയിരുന്നോ? ആ കാര്യം സംഭവിച്ചു. പക്ഷെ ആയിരുന്നോ? ആ കിട്ടിയ കാശ് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, കൊണ്ടുപോയില്ല. ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങി തന്നല്ല, വാങ്ങി തിന്നു. നമ്മള് കണ്ടത് ആ ക്രൈസ്റ്റ് കോളേജിൽ ആ പരിപാടിക്കണം. ഞങ്ങള് രണ്ടിന് റിട്സ് എടുത്തിട്ട് ഓർമ്മയുണ്ടല്ലേ? അത് വന്നു. ശരിക്കും പറഞ്ഞ ഡീസൽ അടിക്കാൻ പറയാൻ കാശില്ല അന്ന്. ചെറിയ പ്രായമല്ല നമ്മളെത്ര ചെയ്യണ്ടാ. പക്ഷെ ചില നമുക്ക് ആദ്യം വണ്ടിയിൽ നോർമൽ ഡിയോല് വരാം. ഡിയോ അല്ല, അപ്പൊ ഇവൻ പറഞ്ഞ നമുക്കൊരു കാര്യം ചെയ്താലോ, കാറിന് പോയി കഴിഞ്ഞാല് ഒരു നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, ഫ്രണ്ടിന് കാറുണ്ടോ? അവൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. ദിവസം പറഞ്ഞു അവന്റെ അല്ല, അവൻ ഇടനിലക്കാരൻ. അവൻ സാധനം കൊണ്ടുവന്നപ്പോ ചോദ്യം ഇപ്പോഴും ചെവിയിലുണ്ട്. അങ്ങനെ ഞങ്ങള് ക്രൈസ്റ്റ് കോളേജിലേക്ക് വന്ന്. അപ്പൊ ഇത് ആദ്യമായിട്ട് വരല്ലേ, ഒരു പഞ്ചായത്തിന് ക്രൈസ്റ്റിന്റെ ഉള്ളിലല്ല, പുറത്തൊരു പറമ്പില്. അതായത് കോളേജിന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ ബേക്കറി ചായക്കട എന്തോ ഇല്ലേ, അതിന്റെ നിന്റെ കോള് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്ക് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കോളേജ് അല്ലേ, ഇയാള് ബാക്കിലേക്ക് എടുത്തു, വലിയ പടവടച്ച്. അത് ഒരു പുല്ലായിരുന്നു, പുല്ലിന്റെ ഒരു കൂട്ടം. അപ്പൊ നമ്മള് ഞാൻ പുല്ലിന്റെ ഉള്ളിലേക്ക് പുല്ലല്ലേ, കാരിപ്പറമ്പ് അല്ലേ, കുറച്ച് ബാക്കിലേക്ക് എടുത്തിട്ട് എടുക്കാല. കുറച്ച് ഫ്രണ്ട് ഓടിക്കാൻ സ്ഥലം ഉണ്ടായില്ല. പുല്ലിന്റെ ഉള്ളിൽ ഒരു പഞ്ചായത്ത് കിണറുണ്ടായിരുന്നു. കൊണ്ടിട്ട് ബമ്പർ അലക്കലക്കില്ലേ, ബമ്പർ അലക്കിയ വഴിക്ക് മനസ്സിലായി പണി പാളി. ബമ്പർ പൊട്ടി നടുഭാഗത്ത്. ഞാൻ ഫോൺ അപ്പൊ തന്നെ അപ്പോളേ മൈൻഡ് ഫുൾ ഔട്ട് ആയിട്ടാ വീന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് ക്രൈസ്റ്റിന്റെ ഉള്ളിലേക്ക് വരണ്ടത്. അങ്ങനെ ഉള്ളിലേക്ക് വന്ന് പരിപാടികളൊക്കെ കണ്ട് അപ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ നീ പറഞ്ഞായിരുന്നു വണ്ടി തട്ടിയ കാര്യം, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു വർക്ക്ഷോപ്പ് എന്തുകൊണ്ട് പിന്നെ വണ്ടിയുടെ മെയിനാ മോനെ എപ്പോഴും. അതെ, എന്നിട്ട് ഈ കാറിൽ കുറച്ച് പേര് കയറി, പിന്നെ അതുലിന്റെ കാറിലായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ബിരിയാണി കടയിൽ പോയിട്ട് ഫുഡ് അടിച്ച് ഞങ്ങൾ പോയി. അതൊക്കെ ഭയങ്കര മെമ്മറീസ് ആണ് ഇപ്പോഴും. പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നു തൃപ്രയർ ഞാൻ അങ്ങോട്ട് വന്നിട്ടാണ് കാണുന്നത്. പിന്നെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിട്ട്
നിന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ല മറ്റേ ഷിഹാബ് മറ്റേ ഷിഹാബ് ക്യാമിയോ ഒന്നും തോന്നുന്നില്ല ക്യാമിയോ കഥ കഥ പറയുന്നത് ആ സമയത്ത് കണ്ടത്. അന്നാണ് മറ്റേ മറ്റേ പറമ്പൊക്കെ കൊണ്ട് കാണിച്ചു ഏതൊരു പറമ്പിൽ കൊണ്ടുപോയത് നമ്മള് പറമ്പിലും അതപ്പോഴും നല്ല പോടാ. പിന്നെ അത് കോളേജ് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ഒക്കെ പിന്നെ അത് വേറെ എപ്പിസോഡിൽ പറയാം. അത് പിന്നെ പറയാനുള്ളൂ വലിയൊരു സംഭവം കണ്ടിട്ടുണ്ട്. വേറെ വന്നിട്ടുണ്ട്, ഈ പറമ്പ് കാണിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് കണ്ട് മുട്ടിയിട്ടുള്ളത്. അങ്ങനെ കണ്ട് മുട്ടിട്ട് ഇപ്പൊ ഈ ലെവലിലെത്തി. റിയൽ ടോക്ക് വിത്ത് അതിൽ മാറി ഇപ്പൊ ചാറ്റർഹുഡ്. ഈ ചാറ്റർഹുഡ് എന്നുള്ളത് ഒന്ന് പഠിക്കാൻ സമയം എടുക്കും. സ്പെല്ലിങ്ങും പ്രൊണൗൺസും ബ്രദർഹുഡാണല്ലോ പ്രദേശത്തിന്റെ ഒരു ഹുഡ്. നമുക്കപ്പോ ഇത് കുറച്ച് ലോങ് ആയി പോയില്ലേ. നമ്മുടെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് തീരുന്നില്ല. കഥ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ടീച്ചർമാര് പറയും വർത്താന ചാക്കണം, അതങ്ങോട്ട് അഴിച്ചു കഴിഞ്ഞാൽ തീരൂല എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞങ്ങൾ വെറുപ്പിക്കുന്നൊന്നുമില്ല, അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി അടുത്ത എപ്പിസോഡുകളിലൊക്കെ കൂടുതൽ നമ്മുടെ കാര്യങ്ങൾ പറയാം, വേറെ വിശേഷങ്ങൾ പറയാം, ഓരോ ഇപ്പൊ കറന്റ് അഫയേഴ്സിനെ കുറിച്ചിട്ട് പറയാം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും ഉണ്ടാക്കണം അല്ലേ? അതെ, ഞങ്ങൾ തുടങ്ങണം. നമ്മുടെ രണ്ടാമത്തെ അംഗം ഇനി ഇത് ഇവിടെ പിടിക്കണം. അതെ, ചിട്ടി 2.0 എന്നൊക്കെ പറയണ പോലെ അടുത്ത വർഷം രണ്ടാമത്തെ വർഷം 2.0 പോലെ ആവരുത്. റെഡ്ഷിപ്പിട്ടിട്ട് ഞങ്ങൾ ഇറങ്ങണം. അതുപോലെ ആവരുത്, അതുപോലെ കണ്ടിരുന്നാ മതി. ബാഹുബലി പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് വേറൊരു നെക്സ്റ്റ് എപ്പിസോഡായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ.